ഇന്നത്തെ ചാലഞ്ച് ഒരു 1 അവർ ടൈമർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഒരു ഹൗസ് റീസെറ്റ് നടത്താം എന്നുള്ളതാണ്. ഒരു ടൈമർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഇറ്റ് ഇൻക്രീസസ് ഫോക്കസ് ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ലെസർ ഒരു ഡിസ്ട്രാക്ഷൻസ് വരിക, നമുക്ക് ഓക്കെ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ വരും. പിന്നെ അതുപോലെ നമ്മൾ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർവെൽം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെയിലി ഇതുപോലെ ടൈമർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ബിൽഡപ്പ് വരാണ്ടിരിക്കും. പിന്നെ നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ ഈ ടൈമർ കഴിയുമ്പോഴത്തേനും ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ അവിടെ വരുന്നത്. നമുക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഫീലൊക്കെ വരും. പിന്നെ നാലാമത് ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു എ ബിസി സ്കെഡ്യൂൾ. സോ നമ്മൾ ബിസി ആയിട്ടുള്ളവരാണ് എല്ലാവരും, ആൻഡ് നമുക്ക് എപ്പോഴും ഒന്നും ഇതുപോലെ ഫുൾ ഹൗസ് റീസെറ്റ്സ് നടത്താൻ ടൈം കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ടൈമർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ 1 മണിക്കൂർ ആവണം എന്നില്ല, 10 മിനിറ്റ്സ് ആവാം, 30 മിനിറ്റ്സ് ആവാം. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ടാസ്ക് നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്കെഡ്യൂളിനുള്ളിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർത്ത് ഇറ്റ് ബിൽഡ്സ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതൊരു ഹാബിറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു നീറ്റ് ആൻഡ് ടൈഡി ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഇതൊരു ഗെയിം ആക്കാം. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ കൂടെ ബീറ്റ് ദ ടൈമർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗെയിം ആക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് സോ മച്ച് ഈസിയർ. ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഒരു ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് എൻജോയ്.